وبركاته. الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നേർവഴി ദീനിലേക്ക് മാത്രം എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായും സ്വീകരിക്കട്ടെ. നമ്മയെല്ലാം ഈ ഒരു ഇൽമിൻ്റെ സംഗമത്തിൽ ഒരുമിച്ച് കൂട്ടിയ നമ്മുടെ ത്വൽഹത്ത് കല്ലമ്പലം, അദ്ദേഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ഒരുപാട് ദീനി ഖുദ്മത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹത്തിനും നമുക്കും റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ പുണ്യ റബീഅ് നമ്മളിലേക്ക് ആഗതമായി. മറ്റെന്തിനേക്കാളും നാം സ്നേഹിക്കേണ്ട, നാം ആദരവോടുകൂടി നോക്കിക്കാണേണ്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. കാരണം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങളിൽ വെച്ചെല്ലാം ടോപ്പായ അനുഗ്രഹം എന്ന് പറയുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് നൽകി എന്നതാണ്. പരിശുദ്ധമായ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, അയച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത്രയും വലിയൊരു അനുഗ്രഹം, ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു അനുഗ്രഹം ലഭിച്ചാൽ തന്നെ അതിന് ശുക്ർ ചെയ്യണം, അള്ളാഹുവിന് നന്ദി ചെയ്യണം, അല്ലേ? ചെറിയ അനുഗ്രഹമാണെങ്കിൽ പോലും. അപ്പോൾ ഇത് ഇതിനപ്പുറത്തോട്ട് ഇനി അനുഗ്രഹം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം വലിയൊരു അനുഗ്രഹമാണ് മുത്തുനബി അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വലിയ അനുഗ്രഹം കിട്ടുമ്പോൾ നാം എന്തോരം സന്തോഷിക്കണം, എന്തുമാത്രം നാം ആഹ്ലാദം പ്രകടിപ്പിക്കണം. നമുക്കൊരു കുട്ടി ജനിക്കുന്നതിനേക്കാളും, നമുക്ക് മറ്റ് സന്തോഷങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനേക്കാളും നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജനനമാണ്. പല ആളുകളും പറയാറുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ 12, വഫാത്തും റബീഉൽ അവ്വൽ 12. അപ്പോൾ വഫാത്ത് ആയിരിക്കെ എങ്ങനെ നിങ്ങളത് സന്തോഷിക്കും? വഫാത്തിൽ ദുഃഖിക്കുകയല്ലേ വേണ്ടത് എന്ന്. ആ സാധുക്കൾക്ക് പിഴച്ചത് പരിശുദ്ധമായ ഇസ്ലാമിനെ കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. നാം മനസ്സിലാക്കാനുള്ളത്, നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ദുഃഖമാണ് വരുന്നതെങ്കിൽ അത് 3 ദിവസം. തഅസിയത്ത് നമുക്കറിയാം, അല്ലേ? അനുശോചനം നടത്തൽ, മരണപ്പെട്ട ആളിൻ്റെ കുടുംബത്തിൽ പോയിട്ട് എന്ത് ചെയ്യുക, സമാശ്വസിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി, തഅസിയത്ത്. അത് തന്നെ 3 ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കറാഹത്താണ്. അത് അധികരിച്ചാൽ പിന്നെ അതിൻ്റെ ഹുക്കുമുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ്, ഒരു ദുഃഖം, ഒരു വിഷമം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ അസ്വബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് നമ്മൾ പറയും, അല്ലേ? ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. ഒരു വിപത്ത് വന്നാൽ വിപത്തിൽ ക്ഷമിക്കുക എന്നതാണ്. എന്നാൽ ഒരു സന്തോഷം വന്നാലോ അതിൻ്റെ പേരിൽ നാം ആഹ്ലാദിക്കണം, റബ്ബിന് തൃപ്തിപ്പെടുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ റബ്ബിന് എപ്പോഴും നന്ദിയുള്ളവരായി നമ്മൾ തീരണം. അപ്പോൾ മുത്തുനബിയുടെ ജന്മദിനവും റബീഉൽ അവ്വൽ 12, വഫാത്തും റബീഉൽ അവ്വൽ 12. അപ്പോൾ വഫാത്തിൻ്റെ പേരിൽ നമ്മൾ ക്ഷമിക്കുക, അൽഹംദുലില്ലാ. ഇനിയോ ജന്മദിനത്തിൻ്റെ പേരിലോ നമ്മൾ ആഹ്ലാദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു അനുഗ്രഹമല്ലല്ലോ മുത്തുനബി നമ്മളിലേക്ക് ആഗതമായത്. ഇത്രയും വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിച്ചതിൻ്റെ പേരിൽ നാം നല്ലതുപോലെ തന്നെ ആഹ്ലാദിക്കണം. പക്ഷെ അത് ആഹ്ലാദ പ്രകടനങ്ങൾ മുഴുവനും അത് അള്ളാഹുവിന് പരിപൂർണമായും തൃപ്തിപ്പെട്ടതാകണം എന്ന് മാത്രം.
എന്നാലോചിച്ച് നോക്കിയേ, ഇന്ന് നബിദിനം നടത്തുന്ന ആളുകളെ കാഫിരീങ്ങളാണെന്നും മുസ്ലിമീങ്ങളല്ലെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന, അല്ലേ, ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ എന്താണ് ഇപ്പം നമ്മൾ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്? സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇസ്ലാം എതിരാണോ? അല്ലല്ലോ. പിന്നെ സ്വലാത്ത് ചൊല്ലുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത് നബിദിനത്തിന്, അതെതിരാണോ ഇസ്ലാം? അല്ല. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ്, എന്താപ്പം മൗലിദ്? അത് മദ്ഹുകൾ, അത് ഇസ്ലാം എതിരാണോ? അല്ലല്ലോ. മുത്തുനബി തങ്ങൾ പോലും സ്വന്തം മദ്ഹ് പറഞ്ഞിട്ടില്ലേ? നബി തങ്ങളെ മദ്ഹ് പാടാൻ വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ കവികൾക്ക് നബി തങ്ങൾ പീഠമൊരുക്കി കൊടുത്തില്ലേ മദീന പള്ളിയിൽ? ആ പാട്ട് കേട്ടിട്ട് സന്തോഷം കൊണ്ടിട്ട് അവർക്ക് ഷാളുകൾ അണിയിച്ചു കൊടുത്തില്ലേ മുത്തുനബി? അപ്പോൾ അതും ഇസ്ലാമിനെതിരല്ല. ചുരുക്കം പറഞ്ഞാൽ, നാം ആകുന്ന സുന്നികൾ ഇന്ന് ചെയ്തു വരുന്ന ആ നബിദിന ചര്യകൾ, നബിദിനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്നും പരിശുദ്ധമായ ഇസ്ലാമിന് അന്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് മുത്തുനബിയോട് ഇഷ്ടമുണ്ടോ? നമ്മൾ പറയും ഓ ഉണ്ട് എന്ന് നമ്മൾ ചാടിക്കേറി പറയില്ലേ? എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, യഥാർത്ഥമായൊരു സ്നേഹം മുത്തുനബിയോട് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ മുത്തുനബിയുടെ ജീവിതമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലൊരു പാല് കാച്ചു വന്നു, ഒരു വീട് വെക്കുന്നു, അല്ലെങ്കിൽ മകളുടെ കല്യാണം, അപ്പോഴേ നമ്മൾ മുത്തുനബിയിലേക്ക് ചേർത്ത് നോക്കണം. മുത്തുനബി എന്താണ് ഈ വിഷയങ്ങളിൽ പറഞ്ഞത്? മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അതാണ് യഥാർത്ഥ ഒരു പ്രണയം, സ്നേഹം, ഐഷ്ഖ് എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം അല്ലേ, നമ്മുടെ എന്തിനേക്കാളും, സ്വന്തം ശരീരത്തിനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് പറയുമ്പോൾ നിസ്സാരമല്ലല്ലോ. മുത്തുനബി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ്, ഒരു അസാധാരണ മനുഷ്യനാണ് മുത്തുനബി എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ ലോകവും അതായി തീരണം. ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുന്നില്ല. മറിച്ച് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടി മുത്തുനബിയുടെ പേര് പറയാതെ അവൻ എന്താവുന്നില്ല? മുസ്ലിം ആവുന്നില്ല. ഇനിയോ, നിസ്കാരത്തിൽ ഒരുത്തൻ്റെ നിസ്കാരം സ്വഹീഹാകണമെങ്കിൽ മുത്തുനബിയുടെ പേരവിടെ പറയണം. ഇനിയോ, ഒരു ഖുത്തുബയാകണമെങ്കിൽ മുത്തുനബിയുടെ പേര് പറയണം. ഒരു ബാങ്ക് ആകണമെങ്കിൽ മുത്തുനബിയുടെ പേര് വേണം. ചുരുക്കം പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണക്റ്റഡാണ്. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹയും അവർ സ്വർഗത്തിൽ അള്ളാഹു തആല താമസിപ്പിച്ചു. പറഞ്ഞു, ആ കാണുന്ന വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പോലും പാടില്ല എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മറവി കൊണ്ടോ മറ്റോ അവരെന്തു ചെയ്തു? അത് കഴിച്ചുപോയി. ഒരിക്കലും അവർ തെറ്റ് ചെയ്തു നമ്മൾ പറയാൻ, മഅസൂമിങ്ങൾ, അമ്പിയാക്കളൊക്കെ മഅസൂമിങ്ങളാണ്, തെറ്റ് ചെയ്യാൻ പാടില്ല, അവർ ചെയ്യത്തില്ല. അപ്പോൾ അവർ തെറ്റ് ചെയ്തു, അക്രമികളാണ് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിഴച്ചു. മറിച്ച് എന്തോ അവിടെ സംഭവിച്ചു. അങ്ങനെ അത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബ്, പടച്ചവനെ, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് എന്ന നാമത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ പാപം നീ പൊറുക്കണമേ, എനിക്ക് മാപ്പ് തരയണമേ എന്ന് പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല ചോദിച്ചു, അല്ല ആദമേ, മുഹമ്മദ് എന്ന വ്യക്തിത്വത്തിനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ മുഹമ്മദിനെ അറിയാൻ കഴിഞ്ഞു? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിൻ്റെ പേര് എവിടെയെല്ലാം കണ്ടുവോ ആ പേരിനോടൊപ്പവും നീ ചേർത്ത പേര്, മറ്റൊരു നാമം മുഹമ്മദ് എന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിൻ്റെ പേരിനോടൊപ്പം മുഹമ്മദ് എന്ന പേര് ചേർക്കണമെങ്കിൽ അത് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് മുഹമ്മദ് എന്ന പേര് പറഞ്ഞത് എന്ന് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ പഠിപ്പിച്ചിരുന്നു നമുക്ക് ആദം നബി. സുബ്ഹാനല്ലാഹ്. അപ്പം മുത്തുനബി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇന്ന് ഔലിയാക്കൾ, ഏത് ഔലിയാക്കളായിട്ടുണ്ടെങ്കിൽ, വലിയായിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മാത്രമാണ്. മുത്തുനബിയിലൂടെയുള്ള സഞ്ചാരമില്ലാതെ, മുത്തുനബിയെ മുറുകെ പിടിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ ഈമാൻ അത് വർദ്ധിപ്പിക്കണമോ, മുത്തുനബിയെ മുറുകെ പിടിച്ചോ.
ഒരു മനുഷ്യൻ്റെ ഈമാനിൽ ബലഹീനതയുണ്ടോ, അവൻ മുത്തുനബിയെ സ്നേഹിച്ചിട്ടില്ല, മുത്തുനബിയെ പരിഗണിക്കേണ്ടതുപോലെ അവൻ പരിഗണിച്ചിട്ടില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എത്ര സ്ഥാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിം മുഅ്മിനീങ്ങളുടെയും ഈമാൻ ഒരു ത്രാസിൻ്റെ ഒരു പടിയിൽ, ഒരു തട്ടിൽ വെക്കുകയും മറുതട്ടിൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം ആ ഒരു വ്യക്തിത്വത്തിൻ്റെ മാത്രം ഈമാൻ എടുത്ത് വെക്കുകയും തുലനം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാരം കൊണ്ട് താരുന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനാണ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുടെയും ഈമാൻ അപ്പുറത്തട്ടിലുണ്ട്. മുഴുവൻ, ഒന്നോ രണ്ടോ അല്ല, മുഴുവൻ മുഅ്മിനീങ്ങളുടെയും. എന്നാൽ അതിനെയെല്ലാം കവച്ച് വെച്ചുകൊണ്ട് ഭാരമേറി തൂങ്ങുന്നത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനാണ്. കാരണം എന്തേ? ഒന്നേ ഒന്ന് മാത്രം, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖൽബിലേറ്റിയത്. മുത്തുനബി എന്ത് പറയുന്നു അതേപടി അനുസരിക്കുന്നു, കേൾക്കുന്നു, വിശ്വസിക്കുന്നു. മറുത്തൊരു ചോദ്യമില്ല, മറുത്തൊരു ചിന്ത പോലുമില്ല. അങ്ങനെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ മുത്തുനബിയോടുള്ള പ്രണയം, ആ മുഹബ്ബത്ത്, ആ ഇഷ്ഖ്, ഇതുകൊണ്ടൊക്കെ മാത്രമേ നമുക്കും രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലേ? അത്ര ഉന്നതിയില. നാളെ ആദ്യമായി പുനർജന്മം ചെയ്യപ്പെടുന്നത് മുത്തുനബിയാണ്. തൊട്ട് പിന്നാലെ എഴുന്നേൽക്കുന്നത് ആരാ? അബൂബക്കർ തങ്ങളാ. നാളെ സ്വർഗ്ഗ ഉദ്ഘാടനം ചെയ്യുന്നത് മുത്തുനബിയാ. തൊട്ട് പിറകെ കയറുന്ന ആരാ? അബൂബക്കർ തങ്ങളാ. അപ്പോൾ ഇത്രത്തോളം വലിയ സ്ഥാനങ്ങളിൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈമാനാണ്, മുത്തുനബിയോടുള്ള ഇഷ്കാണ്, മഹബ്ബത്ത് മാത്രമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ റബീഉൽ അവ്വൽ പോലെ ആകാൻ പാടില്ല ഈ റബീഉൽ അവ്വൽ. ഓരോ റബീഉൽ അവ്വലിലും നമ്മൾ പുതുക്കണം. ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ നമ്മൾ കൊണ്ടുവരണം, നടപ്പിലാക്കണം. ഒരുപാട് സാധുക്കളെ സഹായിക്കാൻ കഴിയണം. ഒരുപാട് പേർക്ക് അന്നദാനം നമുക്ക് കൊടുക്കണം. അങ്ങനെ തുടങ്ങി എന്തൊക്കെ മുത്തുനബിയുടെ പേരിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതിൽ നിന്നൊന്നും പിന്മാറാതെ എല്ലാത്തിനും സജീവ സാന്നിധ്യത്തോടു കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ നാം മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഇത്തരണത്തിൽ എൻ്റെ നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു തആല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും സലാമുകൾ അർപ്പിക്കാനും അവസാനം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം മുത്തുനബിയെ കൺകുളിർക്കെ കാണാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.